MAVയുടെ പ്രതികരണം വന്നത് ഇതിനെ അപലപിക്കുകയാണ്, മാത്രമല്ല ഇതുകൊണ്ടൊന്നും CPM ഭയപ്പെടില്ല എന്നാണ്. അല്ല, കുറേ കാലം ഭയപ്പെടണം, CPM ഭയപ്പെടണം, അതിനൊരു സംശയം വേണ്ട. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ മന്ത്രി റിയാസിൻ്റെ പ്രതികരണം വന്നു, കുറ്റം ചെയ്തിട്ടുണ്ട്, കൈക്കൂലി മേടിച്ചിട്ടുണ്ടെങ്കിൽ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഭയപ്പെടുക തന്നെ ചെയ്യണം. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്ക് മനസ്സിലാവും. ഞാൻ വിശ്വസിക്കുന്നു. അല്ല, നിങ്ങൾ വഴി വരുന്ന വാർത്തയല്ലെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അറിയില്ല. EDയുടെ അന്വേഷണം നടക്കട്ടെ. ED മാത്രമല്ല, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, SFIയും EDയും അതുപോലെ തന്നെ CBIയും ഈ കേസിലുണ്ടാകും. കാരണം അടുത്ത ഘട്ടത്തിൽ കേരളത്തിൽ ഇവരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുള്ള പിണറായി വിജയൻ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റാണ് കോടതിയിൽ ഇരിക്കുന്നത്. ആ ലിസ്റ്റ് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കൊടുത്ത ഹർജി അതിലും സ്റ്റേ മേടിച്ചിട്ടേക്കാം. അപ്പോൾ അതും കേരള ഹൈക്കോടതി തരുന്നതാണ്. അത് എനിക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇന്ന് മാന്യന്മാരെന്ന് നിങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ള പലരും അതിൽ ആ ലിസ്റ്റിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം വരുമ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെ പോകാനാകുമെന്നാണ്. അല്ല, എത്രയോ സംസ്ഥാനത്ത് എത്രയോ മുഖ്യമന്ത്രിമാരെ ED റെയ്ഡ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രിയാണോ അല്ലയോ എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ EDയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമല്ല. BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തിരിച്ചു വ്യത്യാസം ഒന്നുമില്ല. ഇപ്പം മുഖ്യമന്ത്രിയായിരുന്ന എത്രയോ വ്യക്തികളെ പേടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെയാണോ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയൻ? അതൊന്നും EDയെ സംബന്ധിക്കുന്നൊരു പ്രശ്നമല്ലെന്ന് കാലം തെളിയിച്ചിട്ടുണ്ടല്ലോ. MAVയുടെ പ്രതികരണം വന്നത് ഇതിനെ അപലപിക്കുകയാണ്, മാത്രമല്ല ഇതുകൊണ്ടൊന്നും CPM ഭയപ്പെടില്ല എന്നാണ്. അല്ല, കുറേ കാലം ഭയപ്പെടണം, CPM ഭയപ്പെടണം, അതിനൊരു സംശയം വേണ്ട. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ മന്ത്രി റിയാസിൻ്റെ പ്രതികരണം വന്നു, കുറ്റം ചെയ്തിട്ടുണ്ട്, കൈക്കൂലി മേടിച്ചിട്ടുണ്ടെങ്കിൽ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഭയപ്പെടുക തന്നെ ചെയ്യണം. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്ക് മനസ്സിലാവും.